ഹായ് കൂട്ടുകാരെ, ഞാൻ രാത്രിത്തേക്കുള്ള ചോറുണ്ടാക്കാൻ വേണ്ടി മുറ്റത്തെ അടുപ്പിലേക്ക് വന്നിട്ടുണ്ട്. ചോറാണ് അടുപ്പത്തുള്ളത്. ഇവിടെ നല്ല മഴയാണ്. എന്നാലും ഞാൻ പുറത്തെ അടുപ്പിൽ നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. എനിക്ക് പുറത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് ഭയങ്കര ഇഷ്ടം. പിന്നെ വിറക് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതെന്തിനാ വെറുതെ നശിപ്പിച്ച് കളയുന്നത്. പിന്നെ ഗ്യാസ് ലാഭിക്കാം. അതുകൊണ്ട് കറികൾ മാത്രമേ അകത്തുനിന്ന് അടുക്കളയിൽ വന്നിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി വെള്ളം പുറത്തുനിന്നാണ്. അപ്പം ഞാൻ എന്താ ഇങ്ങനെ ആലോചിക്കുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? എന്താണോ എനിക്ക് കറി ഉണ്ടാക്കുക അതിനാണ്. അപ്പോൾ പപ്പായ വറിക്കാലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ച്. അപ്പോൾ നമുക്ക് പോയിട്ട് പപ്പായ വറിക്കാം. ഞാൻ ആ പപ്പായ വറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്ന് പപ്പായ വറിക്കുന്നുണ്ട്. ഞാൻ പപ്പായ എന്നാ പറയൽ. ഇതിന് കപ്പക്കാന്നും പറയും. നമ്മളിവിടെ എല്ലാവരും കപ്പക്കാന്ന് പറയുക. പക്ഷേ ഞാൻ പപ്പായ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് പപ്പായ തന്നെ പറയുന്നത്. ഇതിന് കപ്പക്കാന്നും പറയും. പിന്നെ ഇതിന് എന്തൊക്കെയോ പേരുണ്ട്. ചില നാടുകളിൽ പല പേരുകളിലാണ്. ഇതാ എനിക്ക് ഈ 3 പപ്പായ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അടുക്കള ചീരയും കൂടി നമുക്ക് ശേഖരിക്കാം. എന്താണെന്ന് വെച്ചാൽ നവമിയല്ലേ, നവമിക്ക് മത്സ്യമൊന്നും കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും പച്ചക്കറികൾ തന്നെ ഉണ്ടാക്കണ്ടേ. എപ്പോഴും കടയിൽ പോയിട്ട് പച്ചക്കറി വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് നമ്മുടെ വീട്ടിന് ചുറ്റും കിട്ടുന്ന ഇങ്ങനത്തെ പപ്പായയും ഇലകളെല്ലാം ശേഖരിച്ച് നമുക്ക് കറി ഉണ്ടാക്കിയാൽ നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ്. രുചിയും കൂടും, പൈസ ലാഭം കിട്ടും. അപ്പം അതിനാണ് ഞാൻ എന്താ പറയുക ഇതൊക്കെ ഇങ്ങനെ ശേഖരിക്കുന്നത്. എനിക്ക് ഇലക്കറികൾ ഇഷ്ടമാണ്, മോനും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇലക്കറികൾ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇലക്കറികൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇലക്കറികൾ നല്ലതാണ്. ഇത് അടുക്കള ചീര എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഇതുണ്ട് ഈ അടുക്കള ചീര. അതിനൊരു കായ്കളെല്ലാം വന്നു തുടങ്ങി. ഇപ്പോൾ നല്ല കായ് ഇങ്ങനെ ഇത് പൂത്ത് തുടങ്ങി. അപ്പോൾ നല്ല ഇലകൾ നല്ല എന്താ പറയുക നല്ല കട്ടി കറുപ്പ് കരിമ്പച്ച കളർ കിട്ടി നമുക്ക് ഈ ചപ്പിന്. അപ്പോൾ നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. എങ്ങനെയായാലും ഞാൻ നവമിക്ക് ഈ ഇലക്കറികൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പപ്പായയും ഈ അടുക്കള ചീരയും കൂടിയിട്ട് നമുക്ക് ഇന്ന് നല്ല കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല കാടുണ്ട്. കാടിൻ്റെ നടുക്കാണ് ഈ ഇലകളുള്ളത്. ഞാൻ പറിച്ചിട്ടാവത് തെച്ചും പറിച്ചെടുത്തിട്ടാവും ഞാൻ ഇലകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ പുഴുണ്ടാന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ കാടായതുകൊണ്ട് പാമ്പുകളി എനിക്ക് പേടിയുണ്ട്. അധികം ഇവിടെയുള്ള പാമ്പ് ഉണ്ടാകലുണ്ട്. ചുരുട്ടപ്പാമ്പിനെ എനിക്ക് ഏറ്റവും പേടി. അതിനെ കാണൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് പറിച്ചെടുക്കുന്നത്. പക്ഷേ ഒരുപാട് ചപ്പ് ഇലകളുണ്ട് ഇവിടെ. ഞാൻ ചപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഇതിന് ചപ്പ് എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത വേസ്റ്റാണെന്നാണ് പറയൽ. അതുകൊണ്ടാണ് ഞാൻ ഇലകളെന്ന് പറയുന്നത്. ഇത്രയും ഇലകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നടുക്കുണ്ട് ഒരു കായ് പോലത്തെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് പപ്പായയും കിട്ടി, ഇലകളും കിട്ടി. ഞാൻ ഇനി ഒരു നല്ല പപ്പായ കറിയും ഇല വറവും ഉണ്ടാക്കാൻ പോകുന്നു. അടുത്ത വീഡിയോ ആയിട്ട് എനിക്ക് കാണാൻ കൂട്ടുകാരെ. ഞാൻ എന്താ ഇങ്ങനെ ആലോചിക്കുന്നതെന്നല്ലേ, പപ്പായ കൊണ്ട് എന്താ കറി ഉണ്ടാക്കാമെന്നാണ്. നല്ല മോരൊഴിച്ച് പുളിങ്കറി ഉണ്ടാക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.